പെൺസുഹൃത്തിനോടുള്ള സ്നേഹം കാരണമാണ് അവളെ കൊന്നത് എന്നാണ് വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തനിക്കും അമ്മയ്ക്കും കൂടി 75 ലക്ഷം രൂപയോളം കടമുണ്ടെന്ന് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. പണത്തിനായി പ്രതി സ്വന്തം കാറും ബുള്ളറ്റും വിറ്റതായും പോലീസിന് സൂചന ലഭിച്ചു. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതിനിടെ പുറത്തുവരുന്ന മറ്റൊരു കാര്യം അഫാൻ പെൺസുഹൃത്തായ ഫർസാനയുടെ സ്വർണ്ണമാല വാങ്ങി പണയം വെച്ചിരുന്നു എന്നാണ്. ഫർസാന ഇത് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തത് മുക്കുപണ്ടമായിരുന്നു. അഫാന്റെ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതും സ്വർണ്ണമാല കൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു. താൻ മരിച്ചാൽ തന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായി ഈ മാല വിറ്റ് പണം കണ്ടെത്തണമെന്ന് സൽമ ബീവി മക്കളോട് പറഞ്ഞിരുന്നു. ആ മാലയാണ് അഫാൻ ചോദിച്ചെത്തിയത്. ഇനി ഇത് മാത്രമേയുള്ളൂ, അതുകൊണ്ട് തരില്ലെന്ന് സൽമ ബീവി തീർത്തു പറഞ്ഞത് അഫാനിൽ വൈരാഗ്യം കൂട്ടി എന്നാണ് വാർത്തകൾ വരുന്നത്. സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ കഴുത്തിൽ കിടന്ന മാല അഫാൻ ഊരിയെടുത്തു. ശേഷം വെഞ്ഞാറമൂടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് 74,000 രൂപയും വാങ്ങി. ഇതിൽ നിന്നും 40,000 രൂപ കടം വീട്ടിയെന്നും പോലീസ് പറയുന്നുണ്ട്. കുടുംബത്തിൽ കടം പെരുകി ജീവിതം പ്രതിസന്ധിയിലായതോടെ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചു എന്നാണ് അഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും ആക്രമിച്ചത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്നും പ്രതി പോലീസുകാരോട് പറയുന്നുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ട കൊലപാതകം തന്നെയായിരുന്നു ഇത്.